KPCC നേതൃമാറ്റം കാലാകാലങ്ങളായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പൊട്ടിത്തെറികളുടെ സമയമാണ്. ഉറങ്ങിയുണർന്നപ്പോൾ അധ്യക്ഷ കസേര തെറിച്ച അപൂർവം സന്ദർഭങ്ങളുമുണ്ട്. ഇത്തവണ കാറ്റും കോളും ഒഴിഞ്ഞ് ശാന്തമായ കസേര കൈമാറ്റം എന്ന പ്രതീതി ഉണ്ടായതായിരുന്നു. ഖാർഗെയെയും രാഹുലിനെയും എല്ലാം കണ്ട് ഡൽഹിയിൽ നിന്ന് സന്തോഷത്തോടെ മടങ്ങിയ കെ സുധാകരൻ പക്ഷേ നാട്ടിലെത്തിയപ്പോൾ കളം മാറ്റി ചവിട്ടി. ഇല്ല, എന്തു വന്നാലും കസേര കൈവിടില്ല എന്നുറച്ചാണിപ്പോൾ അദ്ദേഹം. ഇക്കുറി കാര്യങ്ങൾ കടുപ്പമായത് ശരവേഗത്തിലായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് കെ മുരളീധരൻ്റെയും മുതിർന്ന നേതാക്കളുടെയും പിന്തുണ നേടാനും കെ സുധാകരനായി. സ്വന്തം തട്ടകമായ കണ്ണൂരിൽ മാത്രമല്ല, ആന്റണിയുടെ കോട്ടയത്തും പോസ്റ്റർ യുദ്ധം നടത്തിയിരിക്കുന്നു സുധാകരൻ പക്ഷം. നാളെ കഴിഞ്ഞ് പറയാൻ ചിലതുണ്ട് എന്ന് മുൻകൂട്ടി എറിയുകയും ചെയ്തു. ഹൈക്കമാൻഡ് തീരുമാനത്തെ വെല്ലുവിളിക്കാൻ തക്ക ശക്തനാണോ കേരളത്തിൽ ഇപ്പോഴും കെ സുധാകരൻ? കണ്ടുവരാം RDX റാപ്പ് 59 സെക്കൻഡിൽ. കെ സുധാകരൻ KPCC അധ്യക്ഷ പദവിയിൽ തുടരണമെന്നാവശ്യപ്പെട്ടാണ് ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. കോൺഗ്രസ് പടയാളികൾ, സേവ് കോൺഗ്രസ് ഫോറം എന്നിങ്ങനെ പേരുകളിലൂടെയാണ് സമ്മർദ്ദം. അധ്യക്ഷ പദം ഒഴിയില്ലെന്ന നിലപാടിൽ തന്നെയാണ് കെ സുധാകരൻ. ഹൈക്കമാൻഡ് തീരുമാനത്തെ സ്വാധീനിക്കുന്നതിനായി നേതാക്കളുടെ പിന്തുണ കെ സുധാകരൻ തേടിയെന്നാണ് പുറത്തുവരുന്ന വിവരം. KPCC പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഒന്നും പറയാനില്ല, പറയാനുള്ളത് നാളെ പറയുമെന്നും കെ സുധാകരൻ പറഞ്ഞു. ഒന്നും പറയാൻ എനിക്കില്ല, നിങ്ങളോട് പറയേണ്ട ദിവസം നാളെ കഴിഞ്ഞു വരും, അന്നേരം നിങ്ങളെ കാണാം കേട്ടോ. നേതൃത്വത്തിനെതിരെ വിമർശനമുന്നയിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണച്ച് ഷാഫി പറമ്പിൽ MP ഇന്ന് രംഗത്തെത്തി. KPCC അധ്യക്ഷ പദവി സംബന്ധിച്ച പാർട്ടി ഉചിതമായ രീതിയിൽ ഉചിതമായ സമയത്ത് കൈക്കൊള്ളുമെന്നും ഇക്കാര്യത്തിൽ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. വരാൻ പോകുന്നത് അങ്കണവാടി തെരഞ്ഞെടുപ്പല്ലെന്നും യുവനേതാക്കൾ കാണിക്കുന്ന അച്ചടക്കം മുതിർന്ന നേതാക്കളും കാണിക്കണമെന്നായിരുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിമർശനം. RDX റാപ്പ് ന്യൂസ് മലയാളം. പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിക്കാനില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞു. പറയാനുള്ളത് നാളെ പറയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിനാ മക്കളെ? നിങ്ങൾ ഭക്ഷണം കഴിച്ചിനാ? എന്തെങ്കിലും ഭക്ഷണം വേണോ? ഭക്ഷണം വേണോ? എന്തെങ്കിലും? ഒന്നും പറയാൻ എനിക്കില്ല, നിങ്ങളോട് പറയേണ്ട ദിവസം നാളെ കഴിഞ്ഞു വരും, അന്നേരം നിങ്ങളെ കാണാം കേട്ടോ. നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് ഇന്ന് ഷാഫി പറമ്പിൽ MP രംഗത്ത് വന്നു. യൂത്ത് കോൺഗ്രസ് എല്ലാ കാലത്തും സ്വതന്ത്ര അഭിപ്രായം പറയാറുണ്ടെന്നും ആ വിമർശനം നല്ല സ്പിരിറ്റിൽ നേതാക്കൾ എടുക്കുമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അല്ലേ, ഇപ്പം ഞങ്ങള് സംഘടനാ റാങ്ക് ആൻഡ് ഫയലിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കേസൊക്കെ ഐഡിയോളജിക്കലി കോൺഗ്രസ് ഐഡിയോളജിയായിട്ട് എല്ലാവരും ചേർന്ന് നിൽക്കുന്നവരാണ്. യൂത്ത് കോൺഗ്രസും കൂടെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായമൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും KSU പ്രസിഡന്റുമാരും സംഘടനകളൊക്കെ എല്ലാ കാലത്തും പറയാറുണ്ട്. പറയുന്നത് പാർട്ടിയുടെ നല്ലതിനെ കരുതിയാവുന്ന അഭിപ്രായത്തെ ആ സ്പിരിറ്റിൽ പാർട്ടി എടുക്കുകയും ചെയ്യും. പാർട്ടിയാണ് KPCC പ്രസിഡന്റിനെ തീരുമാനിക്കേണ്ടത്. അത് പാർട്ടി തന്നെയാണ് തീരുമാനിക്കാൻ പോകുന്നത്. കെ സുധാകരനെ മാറ്റുന്നു എന്നത് വലിയ പ്രതിഷേധമായിട്ട് തെരുവിൽ തന്നെയും വന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കെ സുധാകരനായി കോട്ടയത്തും കണ്ണൂരും പോസ്റ്റർ പ്രതിഷേധമുണ്ടായി. സേവ് കോൺഗ്രസ് രക്ഷാ സമിതി പൂഞ്ഞാർ എന്ന പേരിലാണ് കോട്ടയത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പാലാ മുതൽ ഈരാറ്റുപേട്ട വരെയുള്ള സ്ഥലങ്ങളിലാണ് പോസ്റ്റർ ഇന്ന് പ്രത്യക്ഷപ്പെട്ടത്. കണ്ണൂരിൽ പ്രതിസന്ധികളെ ഊർജ്ജമാക്കിയ നേതാവ് താരാട്ട് കേട്ട് വളർന്നവനല്ല എന്ന തലക്കെട്ടുകളോടെയായിരുന്നു ഈ പോസ്റ്ററുകൾ. കണ്ണൂരിൽ UDFനെ അധികാരത്തിൽ കൊണ്ടുവരാൻ നട്ടലുള്ള നായകനാണ് കെ സുധാകരൻ എന്ന് പോസ്റ്ററുകളിൽ കണ്ടു. പ്രതിഷേധം തെരുവിലെത്തിയതിൽ അതൃപ്തിയുമായി ഹൈക്കമാൻഡ് എത്തിയിട്ടുണ്ട്. ഇല്ല, മാറില്ല എന്ന നിലപാടിൽ തന്നെയാണ് കെ സുധാകരൻ. കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകൾ പൂർണ്ണമായും അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഖാർഗെയും രാഹുലുമായി ഡൽഹിയിൽ നടന്നത് നേതൃമാറ്റ ചർച്ചയല്ല എന്ന നിലപാടാണ് കെ സുധാകരന്. ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്തത് കേരളത്തിലെ സംഘടനാ പദ്ധതികളാണ് എന്ന് അദ്ദേഹം പറയുന്നു. ലക്ഷ്യം പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കുക മാത്രമെന്നും സുധാകരൻ പറയുന്നു. പക്ഷേ ഇവിടെ ഇതിപ്പോൾ എന്താ നടക്കുന്നതെന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് നല്ല വ്യക്തതയുണ്ട്, കോൺഗ്രസ്സുകാർക്ക് നല്ല വ്യക്തതയുണ്ട്. പക്ഷേ ഒരു പുകപടലവും കൂടെ അതോടൊപ്പം ചേർന്നിട്ടുണ്ട്. എന്തായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുക? കെ സുധാകരൻ ആ സ്ഥലത്ത് നിന്ന് മാറേണ്ടി വരും എന്നൊരു അഭിപ്രായമായിരുന്നു ഞാൻ ഇന്നലെ പുറത്ത് പറഞ്ഞിരുന്നത്. അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുക? അതിന് തന്നെയാണ് സാധ്യത കാണുന്നത്. കാരണം ഇപ്പോൾ കെ സുധാകരനും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നാളെ കഴിഞ്ഞിട്ട് ഇതിൽ ഒരു എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടി വരും, അപ്പോൾ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. എനിക്കതല്ല, അദ്ദേഹം ചോദിച്ചല്ലോ, മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞല്ലോ, നിങ്ങളെന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ മക്കളെ എന്ന്. അത് എനിക്ക് നൊസ്റ്റാൾജിയ ഉണ്ടാക്കി. കാരണം ഇതുപോലെ ചോദിച്ചിരുന്ന ഒരു നേതാവ് കെ കരുണാകരൻ ഇതുപോലെ ഗ്രൂപ്പ് സംഘർഷങ്ങളൊക്കെ ഇങ്ങനെ സജീവമായി നിൽക്കുമ്പോൾ കരുണാകരൻ്റെ വീടിന് മുന്നിൽ ഇങ്ങനെ മണിക്കൂറുകളോളം കാത്തു കിടക്കുമല്ലോ. അപ്പോൾ എന്ത് ചോദ്യം ചോദിച്ചാലും അതിൻ്റെ ഉത്തരത്തിലേക്ക് വരാൻ കെ കരുണാകരൻ കൂട്ടാക്കാറില്ല. അതിന് പകരം ചോദിക്കുക, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, ഇല്ലെങ്കിൽ ഇവർക്ക് ഭക്ഷണം കൊടു എന്നുള്ളതൊക്കെയാണ് സാധാരണ കരുണാകരൻ പറയുന്നത്. ആ രംഗം ആവർത്തിക്കുന്നത് പോലെ തോന്നി. എന്തായാലും ഇത്
കെ സുധാകരന് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നയിക്കാനുള്ള ഒരു അവകാശം ഉണ്ട്. ആരോഗ്യം അദ്ദേഹത്തെ അനുവദിക്കുകയാണെങ്കിൽ അതിന് അവകാശമുണ്ട് എന്ന് തന്നെയാണ് പൊതുവെ ആരും ഇത് നിരീക്ഷിക്കുന്ന ആളുകൾ കരുതുക. കാരണം എന്താണ്, നമുക്കൊരു 5 വർഷത്തെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ടല്ലോ. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം എന്തായിരുന്നു കേരളത്തിലെ കോൺഗ്രസിലെ സ്ഥിതി? കാരണം അതുവരെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചു പോരുന്നുണ്ട്. ആ 2021 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് പ്രചാരണ വിഭാഗത്തിന്റെ തലവനായി ഉമ്മൻചാണ്ടി വരുന്നുണ്ട്, രമേശ് ചെന്നിത്തലയെ റീപ്ലേസ് ചെയ്തുകൊണ്ട്. പക്ഷേ എങ്കിൽ പോലും രമേശ് ചെന്നിത്തല തന്നെ അതിനെ നായക സ്ഥാനത്ത് നിൽക്കുന്നു, KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിലുമൊക്കെ ആ നിലയ്ക്ക് നയിക്കാൻ തയ്യാറെടുപ്പിൽ ഇവരിരുവരും വരുമ്പോഴാണ് എന്താ സംഭവിക്കുന്നത്? ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലൊക്കെ അദ്ദേഹം വരുന്നു. ആ നിലയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ തയ്യാറായി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വലിയ പരാജയം നേരിടുന്നു. പരാജയം നേരിട്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ മുഴുവൻ ഒറ്റക്കെട്ടായി രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയുമാണ് നേരെ ചീത്ത വിളിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്, KPCC പ്രസിഡന്റിനെയും. ആ രീതിയിൽ ഇവരെ കോൺഗ്രസ്സുകാരങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കൈകാര്യം ചെയ്ത് അതിൻ്റെ തുടർച്ചയിൽ നേതൃത്വവും ഈ തീരുമാനമെടുത്ത് ഇവരെ അങ്ങ് മാറ്റിക്കഴിഞ്ഞിട്ട് നയിക്കാൻ ഈ അണികൾ കൂടി ആവേശഭരിതരായി കണ്ടെത്തുന്നയാൾ എന്ന നിലയ്ക്കാണ് കെ സുധാകരൻ വരുന്നത്. അവിടെ ഇപ്പുറത്ത് VD സതീശനും വരുന്നു. അണികളുടെ ആൾ, എപ്പോഴും റിബലായി സംസാരിക്കുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. അണികളുടെ ഭാഗത്ത് നിന്ന് നേതൃത്വത്തിനെതിരെ സംസാരിച്ചിരുന്നവരാണല്ലോ എപ്പോഴും VD സതീശൻ, അല്ലെങ്കിൽ എപ്പോഴും കെ സുധാകരൻ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് നേതൃത്വം കൊടുക്കുന്നു. അപ്പോൾ ഇവർ അത്ഭുതങ്ങൾ കാട്ടും എന്നുള്ളതാണ് കാണിച്ചു. അവർ അതിനുശേഷം വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ഉണ്ടാക്കി കൊടുത്തില്ലേ കോൺഗ്രസിന്. അപ്പോൾ പ്രതിപക്ഷ നേതാവായി VD സതീശൻ തുടരുന്നുണ്ടെങ്കിൽ KPCC പ്രസിഡന്റായി തുടരാനുള്ള അവകാശം കെ സുധാകരനില്ലേ? ഇപ്പോൾ പക്ഷേ വിന്നിങ് ഇക്വേഷൻ എല്ലാം വേറെയാണ്. ഈഴവ നേതാവിനെ മാറ്റിയിട്ട് അവിടെ ഒരു ക്രിസ്ത്യൻ നേതാവിനെ കൊണ്ടുവന്നില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വിജയിക്കില്ല എന്നൊക്കെയുള്ള പുതിയ കണക്കുകൂട്ടൽ. ഇത് ഏറ്റവും വലിയ കുഴപ്പം. ഇത്തരത്തിൽ സാമുദായികമായ കണക്ക് വെച്ച് ഈ കാര്യങ്ങൾ പുറത്ത് അവതരിപ്പിക്കുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ് കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പാളിച്ച. അതിൽ തന്നെ സഭാ നേതൃത്വം പേരുകൾ നിർദ്ദേശിക്കുന്നു, അങ്ങനെ ഒക്കെ വാർത്തകൾ പുറത്തു വരുന്നു. കോൺഗ്രസിൽ നിന്ന് സ്വാഭാവികമായും സംഭവിക്കുന്നത് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പുറത്തു വരും വാർത്തകളായി. അപ്പോൾ ആ നിലയ്ക്കുള്ള വാർത്തകൾ വരുന്നു. അതിനേക്കാൾ കൗതുകകരമായ കാര്യം, നേതാക്കൾ വെറുതെ വിഴുപ്പലക്കരുത് എന്ന് പറയുന്നത്. അങ്ങനെ വിഴുപ്പലക്കുന്ന തലത്തിലുള്ള പരാമർശങ്ങളൊന്നും നേതാക്കന്മാർ സത്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയിരുന്നില്ല. ഈ മാറ്റവുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നുണ്ട്, ഡൽഹിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ഇങ്ങനെ ചർച്ചകൾ അതിനകത്ത് ആകെപ്പാടെ കെ മുരളീധരനാണ് പോസ്റ്ററിൽ കണ്ടാലെങ്കിലും ഫോട്ടോ കണ്ടാലെങ്കിലും ആൾക്കാർക്ക് തിരിച്ചറിയുന്ന ഒരു പ്രസിഡന്റ് വേണം കേട്ടോ എന്നുള്ളത് ആകെ ഓർമ്മിപ്പിച്ചത്. പക്ഷേ വിഴുപ്പലക്കരുത് എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ വാർത്താ സമ്മേളനമായിരുന്നു ഈ ഗണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഴുപ്പലക്കൽ. കാരണം നേതാക്കന്മാരിലൊന്നും ശരിയല്ല എന്നുള്ള മൂടാണ് അതുകൊണ്ടുണ്ടാക്കിയത്. കാരണം ഇവർ വിഴുപ്പലക്കുകയാണ്, അങ്ങനെ ഞങ്ങളൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേതൃത്വം താങ്ങില്ല എന്ന മട്ടിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഇന്നിപ്പോൾ ഷാഫി പറമ്പിൽ അതിന് പിന്തുണയുമായി വരുന്നു. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ സനീഷ്, ഇത് വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു. കാരണം കെ സുധാകരൻ ഇപ്പുറത്ത് എന്നാലൊന്ന് പിടിച്ചു നോക്കാം, തുടരാനുള്ള സാധ്യതയുണ്ടോ എന്ന് പിടിച്ചു നോക്കാമെന്ന് തീരുമാനിക്കുന്നിടത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്താ സമ്മേളനം, ഷാഫി പറമ്പിലിൻ്റെ പിന്തുണ എല്ലാം വരുന്നത്. അത് വളരെ കൃത്യമായി പ്ലാൻഡ് തന്നെയാണ്. അപ്പോൾ പറ്റില്ല, മാറിയേ പറ്റൂ എന്നുള്ള സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്. സ്വാഭാവികമായും ആ മാറ്റത്തിലേക്ക് തന്നെ ആയിരിക്കും പോവുക എന്നതാണ്. പക്ഷേ സങ്കടകരമാണ്. കാരണം അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ കൂടെ നയിക്കാനുള്ള ആഗ്രഹം കെ സുധാകരനുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഈ ഹർഷൻ നേരത്തെ നൊസ്റ്റാൾജിയിൽ പറഞ്ഞു തുടങ്ങിയതുകൊണ്ടാണ്. അതായത് ഹർഷൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായോ കോൺഗ്രസിനകത്ത് എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ കോൺഗ്രസിനെ ഇപ്പോൾ കരുണാകരൻ്റെയും ആൻ്റണിയുടെ ഒക്കെ കാലത്ത് കോൺഗ്രസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അക്കാലത്ത് കാര്യങ്ങൾ രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇതൊക്കെ നിസ്സാരമായ ചായക്കോപ്പയിലെ കൊടുങ്കാരെന്നൊക്കെ പറയാവുന്ന മാതിരിയുള്ള നിസ്സാരമായ സംഗതികളാണ്. കാരണം അക്കാലത്ത് എന്തായിരുന്നു കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് വഴക്ക്, ഓരോ ദിവസവും നേതാക്കളുടെ വിഴുപ്പലക്കുകൾ. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല സംഭവം. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായത്, ഈ ഹൈക്കമാൻഡ് യഥാർത്ഥത്തിൽ കെ സുധാകരനെ മാറ്റണം എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ അങ്ങോട്ട് വിളിച്ച് കാറിന് അടുത്തേക്ക് വരെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും വന്നു എന്നാണല്ലോ ഇന്ന് പത്രങ്ങളിലൊക്കെ കണ്ടത്. അങ്ങനെ നല്ല സെറിമോണിയസ് ആയിട്ട് വളരെ നന്നായിട്ട് സന്തോഷത്തോടെ അദ്ദേഹം പറഞ്ഞു വിട്ടതിന് ശേഷം അപ്പോൾ തന്നെ ആ പേപ്പറിൽ എഴുതിയിട്ട് ആളുടെ പേരെഴുതി പ്രഖ്യാപിക്കണമായിരുന്നു. അതായത് ഇത്രയും സമയം ബാക്കി വെക്കരുതായിരുന്നു. ആൻഡോ ആൻ്റണി ആണെങ്കിൽ ആൻഡോ ആൻ്റണി, അല്ലെങ്കിൽ മറ്റൊരാളാണെങ്കിൽ മറ്റൊരാൾ, അപ്പോൾ തന്നെ ഇദ്ദേഹത്തെ മാറ്റി തീരുമാനിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ തന്നെ പ്രഖ്യാപിക്കണമായിരുന്നു. ഇങ്ങനെയുള്ള ചർച്ചകൾക്കും അദ്ദേഹത്തിന് ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിനോടൊപ്പമുള്ള നേതാക്കൾക്ക് കെ സുധാകരൻ ഒന്ന് മത്സരിച്ച് നോക്കണം കേട്ടോ, ഒന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എന്നൊരു ഉപദേശം കിട്ടിയിട്ട് അദ്ദേഹം അതിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. ഇതിപ്പോൾ പഴയതുപോലെ വലിയ തോതിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ, ഞാൻ പറഞ്ഞത് അക്കാലത്തുണ്ടായിരുന്ന അത്രയ്ക്ക് വലിയ ചർച്ചകളിലേക്കും വിഴുപ്പലക്കുകളിലേക്കും പോയിട്ടില്ല എന്ന സത്യമാണ്. പക്ഷേ ഒരുപക്ഷേ ഇനി അങ്ങോട്ട് വന്നേക്കാം. ഓരോരുത്തരായിട്ട് വന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ എന്താ സംഭവിക്കുക നമുക്കറിയില്ല. പിന്നെ സുധാകരനെ മാറ്റുന്നതാണ് ഈ ഘട്ടത്തിൽ നല്ലത് എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഒരു പുതിയ ആൾ വരിക എന്നുള്ളത് ഈ ഘട്ടത്തിൽ നല്ലത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായുള്ള താല്പര്യം, പിണറായി വിജയൻ താഴെ ഇറങ്ങുന്നൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, അത് ഞാൻ തന്നെ നയിക്കണമെന്ന് അദ്ദേഹത്തിന് വ്യക്തിപരമായ ആഗ്രഹം ഉണ്ടാകാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അതല്ല, മറ്റൊരാൾ നയിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ തള്ളിക്കറിയാൻ പറ്റില്ല. പക്ഷേ അപ്പോഴും
ഈ കെ സുധാകരൻ കണ്ണൂരിലെ നേതാവ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും ടാഗ്. ഇപ്പോഴും അദ്ദേഹം കണ്ണൂരിലെ നേതാവെന്ന ടാഗുണ്ട്. പക്ഷേ കണ്ണൂരിലെ നേതാവെന്ന് പറഞ്ഞ് വന്നതിന് ശേഷം അദ്ദേഹം ഒരു കൊള്ളാവുന്ന KPC അധ്യക്ഷനാണ് എന്ന തോന്നൽ ഹർഷൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്, രാഷ്ട്രീയ വിജയങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് കണ്ണൂരിലെ നേതാവാണെന്ന പേരുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം കേരളത്തിലെ എല്ലാ അണികൾക്കും ആരാധ്യനായിട്ടുള്ള ആവേശമുണ്ടാക്കുന്ന നേതാവായിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കുന്ന പേരുകൾ ഈ നിലക്കുള്ളതല്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അതായത് അതുകൊണ്ടായിരിക്കണം കെ സുധാകരൻ വണ്ടി കയറി പോയ ഉടനെ തന്നെ അവർ താഴെ ഒപ്പിട്ടിട്ട് ഹൈക്കമാൻഡ് ഈ പേര് പ്രഖ്യാപിക്കാതിരുന്ന ഒരു സംശയം, ഇദ്ദേഹം തന്നെ മതിയോ എന്ന് സംശയം. അതായത് കെ സുധാകരനെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ തക്ക വലുപ്പത്തിലുള്ള കെ മുരളീധരൻ പറഞ്ഞ പോസ്റ്ററിൽ കണ്ടാൽ ഫോട്ടോ കണ്ട ആൾ തിരിച്ചറിയുമെന്ന് പറയുന്ന നേതാക്കളുടെ ക്ഷാമം ആ പാർട്ടിക്കുണ്ട് എന്ന് തോന്നലുണ്ടാവും പുറത്ത്. റൈറ്റ്. അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വിജയം എല്ലാ കാലത്തും കോൺഗ്രസിനെ ആ നേതാക്കളെ തുടരാനായി അനുവദിക്കും എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. എല്ലാ കാലത്തും ഈ ഗ്രൂപ്പുകൾ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ തെന്നല ബാലകൃഷ്ണപിള്ള ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ 99 സീറ്റ് മേടിച്ചു കൊടുത്ത KPCC പ്രസിഡന്റാണ് 2001 കോൺഗ്രസിന്. അങ്ങനെ വന്ന തെന്നല ബാലകൃഷ്ണപിള്ള എണീക്കുമ്പോൾ മാറ്റി കെ മുരളി, കാരണം 34 MLA-മാർ അന്ന് കെ കരുണാകരൻ്റെ കൂടെയുണ്ട്. കെ ആന്റണി മുഖ്യമന്ത്രി ആവുന്നുണ്ടെങ്കിൽ കെ മുരളീധരൻ KPCC പ്രസിഡന്റ് ആവണം എന്നുള്ള നിബന്ധന അവിടെ വെക്കുകയും ഈ വിജയം കൊണ്ടു കൊടുത്ത KPCC പ്രസിഡന്റിനെ ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് എടുത്ത് മാറ്റുകയും ചെയ്ത ചരിത്രമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ ഗ്രൂപ്പുകൾ, ഇപ്പോൾ ആ ഗ്രൂപ്പുകളൊന്നും നമ്മൾ പറയുന്നില്ലെങ്കിലും ഗ്രൂപ്പുകൾ പല സ്വഭാവത്തിൽ ഇപ്പോൾ സജീവമാണ്. അതുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനങ്ങളൊക്കെ പല രൂപത്തിലും പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കാണുന്നതും. പുതിയ ചെറുപ്പക്കാരുടെ ഗ്രൂപ്പുകൾ കൂടെ ഒരു താല്പര്യം കൂടെ നമുക്ക് കാണാം. സുധാകരൻ ഡൽഹിയിലെത്തി ഖാർഗെയെ കണ്ട ശേഷം കാറിൽ കയറി കൈവീശി കാട്ടി പുഞ്ചിരിയോടെ മടങ്ങി അന്ന് തന്നെ പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നു എന്നിപ്പോൾ ഹൈക്കമാൻഡ് ചിന്തിക്കുന്നുണ്ടാകും. ചുരുങ്ങിയ ദിവസം കൊണ്ട് സുധാകരന്റെ മനസ്സ് മാറുമെന്നും കരുത്തരായ ചിലരെങ്കിലും കസേരയിൽ തുടരാൻ സുധാകരന് പിന്തുണ പ്രഖ്യാപിക്കുമെന്നും ആരും ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകില്ല. പൊട്ടിത്തെറി രൂക്ഷമായിട്ടും VD സതീശൻ ഇതേവരെ പ്രതികരിക്കാൻ തുനിഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തലയുടെ മനസ്സിലിരിപ്പും തൽക്കാലം പുറത്തു വന്നിട്ടില്ല. സഭകളുടെ താല്പര്യം കൂടി പരിഗണിച്ച് ക്രിസ്ത്യൻ വിഭാഗക്കാരിൽ നിന്ന് ആരെങ്കിലും അധ്യക്ഷനാക്കണമെന്ന പൊതുധാരണ നടപ്പാക്കാൻ തന്നെയാണ് ഹൈക്കമാൻഡിന്റെ ഉന്നം. ഗ്രൂപ്പ് ഉപശാലകൾ സജീവമാകുമ്പോൾ കോൺഗ്രസുകാർ സന്തോഷിക്കാറുണ്ട്. സംഘടനയെ സജീവമാക്കാനുള്ള ഇന്ധനമാണ് ഇത്തരം പൊട്ടിത്തെറികൾ എന്നാണ് ആ പാർട്ടിയുടെ ഗ്രാൻഡ് ഓൾഡ് തിയറി. അത് ഇക്കാലത്തും ഫലിക്കുമോ എന്നറിയാൻ RDX രാഷ്ട്രീയ കൗതുകത്തോടെ കാത്തിരിക്കുന്നു. ഏതായാലും കസേര മാറ്റം കടുക്കുമെന്ന് ഉറപ്പാണ്. ഇടവേളയിലേക്ക്